അപ്പോൾ ശ്രീനാരായണ ഗുരു 1856 മുതൽ 1928 വരെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് 1856. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ കുട്ടിയമ്മ മാടനാശാനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം വയൽവാരം വീടാണ്. നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ രാമൻ പിള്ളയാശാൻ തൈക്കാടയ്യയാണ്. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാടയ്യയാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പാണ്. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരനാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി സി തവാർലിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചതാർക്ക്? ചട്ടമ്പി സ്വാമികൾക്കാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത്. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. 1881 ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലം അഞ്ചുതെങ്ങാണ്. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. അപ്പോൾ 1881 ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലം അഞ്ചുതെങ്ങ്. 1897 ആത്മോപദേശ ശതകം രചിക്കപ്പെട്ടത്. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകളാണ് താഴെ പറയുന്നത്: ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവശതകം, നവമഞ്ജരി, ശിവശതകം. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കൃതികൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ തന്നെ പഠിച്ചു പോവുക. ഇനി വരുന്നത് ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികൾ: ഈശോവസ്യ ഉപനിഷത്ത്, തിരുക്കുറൽ, ഒടുവിലൊഴുക്കം. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതിക്കിതങ്ങൾ. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്താമലയിലെ ഗുഹ പിള്ളത്തടം ഗുഹയാണ്. ജാതിഭേദം മദ്വേഷ മേധമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ ആശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചത് 1903 മെയ് 15. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം 1898. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപുവിൻ്റെ പ്രേരണ മൂലമാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തിബദ്ധതയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായമുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആണ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റ് വരുന്നൊരു പ്രധാന വാക്യമാണിത്. ഇത് വരുന്നത് ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം വരുന്നത് ജാതി മീമാംസയാണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്.
വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാനാണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവ്വമത സമ്മേളനം നടത്തിയ വർഷം 1924 SNDPയുടെ മുഖപത്രം വിവേകോദയമാണ്. വിവേകോദയം ആരംഭിച്ച വർഷം 1904 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപൻ M. ഗോവിന്ദനാണ്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയമാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ്. SNDPയുടെ ആസ്ഥാനം വരുന്നത് കൊല്ലമാണ്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം 1908 ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904 ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം. അഷ്ടരുചാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരി ശാരദാമഠമാണ്. അഷ്ടരുചാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാമഠം. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടന സിലോൺ വിജ്ഞാനോദയം യോഗമാണ്. 1990 ഡിസംബർ 31 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രം മലയാള മനോരമയാണ്. കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ച ഗുരുവിൻ്റെ ശിഷ്യൻ ഗോവിന്ദനാഥ സ്വാമിയാണ്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരിയാണ്. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ് ആണ്. CF ആൻഡ്രൂസിന് മറ്റൊരു കണക്റ്റഡ് ഫാക്റ്റ് വരുന്നത് ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ് ആണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരിയാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882 കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891 ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപു സന്ദർശിച്ച വർഷം 1895 ബാംഗ്ലൂരിലാണ് സന്ദർശിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം 1912 ബാലരാമപുരത്ത് വെച്ചാണ്. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914 ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916 ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചത് 1922 നവംബർ 22 ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ചത് 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശാനാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി N. കുമാരനാണ്. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ആലുവ സമ്മേളനത്തിൽ വെച്ചാണ്. ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശിവ അയ്യർ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം 1918 ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം 1926 ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ കളവൻകോടം ഉല്ലല്ലയാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠിച്ചത് കളവൻകോടം ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രം ഉല്ലല്ലയാണ്, വെച്ചൂർ. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം, തൃശ്ശൂർ. ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം മുരിക്കുംപുഴയാണ്. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷം കാവ്യവസ്ത്രമാണ്. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് P.A. ബക്കറാണ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരനാണ്. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയാണ്. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗം 1927 ഗുരു ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ചത് ജനുവരി 9, 1928 ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യൻ ഏണസ്റ്റ് കിർക്കാണ്. ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരി 1928 സെപ്റ്റംബർ 20 ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്നാണ്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂറിനാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റി കായൽ കരുനാഗപ്പള്ളിയാണ്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ
മഹാരാഷ്ട്രയാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967 ആഗസ്റ്റ് 21-നാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ ശ്രീലങ്ക സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിനോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്ത് 5 രൂപ നാണയം പുറത്തിറക്കിയത് 2006 സെപ്റ്റംബറിലാണ്. 2014 ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവശതകം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പനാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി K. സുരേന്ദ്രൻ രചിച്ച നോവൽ ഗുരു. ഗുരുവിനെപ്പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് T. ഭാസ്കരൻ. നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് MK സാനു. അടുത്തത് വരുന്നത് അയ്യങ്കാളിയാണ്. 1863 മുതൽ 1941 വരെയാണ്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്. അച്ഛൻ്റെ പേര് അയ്യൻ എന്നാണ്. അമ്മയുടെ പേര് മാല എന്നാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938-ആണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ, ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം വരുന്നത് സാധുജന പരിപാലിനിയാണ്. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപൻ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ഇന്ത്യയിൽ ആദ്യമായി ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1911-ആണ്. 90-ാം ആണ്ട് സമരം നടന്ന വർഷം 1915-ആണ്. പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്ന സമരം 90-ാം ആണ്ട് സമരമാണ്. അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരിലാണ്, തിരുവനന്തപുരം. പുലയരാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവ് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരിലാണ് 1905. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാൾ 1914-ലാണ്. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1937-ആണ്. അയ്യങ്കാളി മരണമടഞ്ഞത് 1941 ജൂൺ 18-നാണ്. അയ്യങ്കാളി പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് EK നയനാരാണ്. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു. വില്ലുവണ്ടി സമരം നടത്തിയ വർഷം 1893-ആണ്. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടന്ന വർഷം 1915-ആണ്. കല്ലുമാല സമരം നടന്നത് പെരുന്നാടാണ്, കൊല്ലം പെരുന്നാടാണ്. പെരുന്നാട്ട് ലഹള എന്നറിയപ്പെടുന്ന സമരം കല്ലുമാല സമരമാണ് 1915. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രക്കൂടം, വെങ്ങാനൂരാണ്. തിരുവനന്തപുരത്ത് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010-ആണ്.